2 ഗബലയുടെ കൽത്തളം, 3 ഗൊൽഗോഥായുടെ മലമുകൾ. ഇത് 3 മറക്കുന്ന ഒരു ഭക്തനല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് 3 മറക്കുന്ന പെന്തക്കോസ്തുകാരൻ യേശുവിന്റെ ശിഷ്യനല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം യേശു കാൽവരി ക്രൂശിൽ പരമയാഗമായത് നിമിത്തമാണ് നമുക്ക് ഈ മോചനം കിട്ടിയത്. ആ യേശു പരമയാഗമായത് നിമിത്തമാണ്, അല്ലെങ്കിൽ കാൽവരി ക്രൂശിൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രകടമാക്കിയത് കൊണ്ടാണ് നാം ഇന്ന് രാത്രി ഉറക്കളച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടായിരിക്കുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ ഉറക്കി തൂങ്ങി വീണാലും എഴുന്നേറ്റ് പോകാതെ ഇതിനകത്ത് ഇരിക്കുന്നത് ആ ക്രൂശിലെ സ്നേഹം ഓർമ്മിക്കാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് കൊച്ചി ലക്ഷോർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത ആളാണ്. 17 വർഷം നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്തു. അവിടുന്ന് 24 hours റെസിഗ്നേഷൻ കൊടുത്ത് ഇറങ്ങി വന്നു. വേറൊന്നും കൊണ്ടല്ല, ഒരു രാത്രിക്ക് അപ്പൻ എന്നോട് പറഞ്ഞു, നിനക്ക് തന്ന സമയം കഴിഞ്ഞ് എൻ്റെ പെട്ടകം എടുത്തോളാൻ. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ 2003 മുതൽ 2018 വരെ ഛത്തീസ്ഗഡിൽ ആദിവാസികളുടെ ഇടയിൽ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത, വസ്ത്രം ധരിക്കാൻ അറിയാത്ത, ഒരാഴ്ചയിൽ വെറും 5 ലിറ്റർ വെള്ളം കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന, മാവിൽ കൂടെയും പ്ലാവിൽ കൂടെയും ഓടുന്ന മുഷിറിനെ പിടിച്ച് ചമ്മന്തി ഉണ്ടാക്കി ചാണകം ഉണക്കിയ ആ ഉണക്ക ചാണകം കൊണ്ട് റൊട്ടി ഉണ്ടാക്കി ഇത് രണ്ടും കഴിച്ച് ജീവിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോയാൽ വാഷ് പോലും ചെയ്യത്തില്ല, കയ്യും കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ആ കയ്യും കൊണ്ട് നമുക്ക് വാരി തരും ഇലയ്ക്കകത്തോട്ട്. ഇത് നമുക്ക് തരുന്ന ആ ജനത്തിന്റെ നടുവിൽ ഈ യേശുവിന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കാൻ ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. 2003 മുതൽ 2014 വരെ അദ്ദേഹം അവിടെ ഒറ്റയ്ക്കായിരുന്നു. 2014 ഫെബ്രുവരി മാസം 11 എൻ്റെ പ്രാണപ്രിയൻ എന്നോട് പറഞ്ഞു, ഇനി എൻ്റെ പെട്ടകത്തിന് നീ ചുമല് കൊടുക്കണം, വേഗത്തിൽ ഇറങ്ങിക്കോളാൻ. ഒത്തിരി ചോദ്യങ്ങൾ അതിനുശേഷം ചോദിച്ചു കേട്ടോ. അപ്പൊ ഛത്തീസ്ഗഡിലെ വേല എന്താകും, മക്കളുടെ വിദ്യാഭ്യാസം എന്താകും, വാടക എന്താകും, മുന്നോട്ടുള്ള ജീവിതം എന്താകും, എല്ലാം ചോദിച്ചു. പക്ഷെ ഈ പറഞ്ഞ കാര്യം മാത്രം ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആള് പോയി, പിന്നൊന്നിന് മറുപടി തന്നില്ല. സംടൈംസ് കർത്താവ് നമുക്ക് ചില ചോദ്യങ്ങൾക്ക് മറുപടി തരാത്തതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അത് നമുക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണ്. ചില കാര്യത്തിന് മറുപടി കർത്താവ് ഭക്തന്മാരിലൂടെ നമുക്ക് തരും, ഇല്ലെങ്കിൽ വചനത്തിൽ കൂടെ തരും. അത് കറക്റ്റ് ആയിരിക്കും. പക്ഷേ ചില സമയത്ത് കർത്താവ് മൗനമായിരിക്കുമ്പോൾ ഓർത്താൽ മതി, പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നല്ല, മറുപടി തരത്തില്ലെന്നല്ല, നമ്മുടെ കണ്ണീര് കാണുന്നില്ലെന്നല്ല, നമ്മുടെ കഷ്ടത അറിയുന്നില്ലെന്നല്ല, അവൻ പ്രവൃത്തിയിലൂടെ തെളിയിക്കും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. ഇന്ന് രാത്രിക്കാലം നിങ്ങളെ നോക്കി ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഒരു ദൂത് പറയാം. പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്നുണ്ടോ? കണ്ണുനീര് കാണാൻ ആരുമില്ലെന്ന് തോന്നുന്നുണ്ടോ? കൂടെ വരാൻ ആരുമില്ലെന്ന് തോന്നുന്നുണ്ടോ? ഭാരപ്പെടരുത്. പ്രവൃത്തിയിലൂടെ തെളിയിക്കാൻ കാത്തിരിക്കുന്ന ഒരു അപ്പൻ ഉയരത്തിൽ ജീവനോടെയുണ്ട്. ആ കർത്താവിനെ കരമുയർത്തി സ്തുതിക്കാൻ കഴിയുന്ന ദൈവമക്കൾ കരവും ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. എനിക്കെൻ്റെ അപ്പ ഞാൻ ചുമ്മാ പറഞ്ഞ കർത്താവിന്റെ ദാസന്മാരെ ഞാൻ പെട്ടെന്ന് നിർത്തും കേട്ടോ. ഒരു വിശിഷ്ടാതിഥികൾക്കുള്ള സമയങ്ങളൊക്കെ പ്രിയ കർത്താവിന്റെ ദാസൻ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? നമുക്കറിയാം കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ വാഗ്ദത്തം ഉണ്ടായിരുന്നു, സ്ത്രീയുടെ സന്തതിയായിട്ട് ഈ ലോകത്തിൽ മശിഹ ജനിക്കുമെന്നുള്ളത്, അല്ലെ? കന്യകയിൽ നിന്ന് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കണം. അതൊരു വാഗ്ദത്തമാണ്. എപ്പോഴത്തെ വാഗ്ദത്തമാണ്? ജനിക്കുന്നതിന് മുമ്പത്തെ വാഗ്ദത്തമാണ്. എന്നാൽ ജനിക്കാൻ സമയമായപ്പോൾ, അല്ലെങ്കിൽ ഉദരത്തിലായ സമയം മുതൽ ആ വാഗ്ദത്തത്തെ നശിപ്പിച്ചു കളയാൻ ശത്രു പദ്ധതി ഒരുക്കി. നമുക്കറിയാം യേശുവിന്റെ ജനനത്തിന് മുമ്പായി ആയിരക്കണക്കിന് 100 കുഞ്ഞുങ്ങളെ ഹേരോദാവ് കൊന്നു കളഞ്ഞു. കാരണം ഈ ജനിക്കാനിരിക്കുന്ന രാജാവ് ഇനി ഈ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ള വ്യാജേന അവനത് ചെയ്തു. പക്ഷെ വാഗ്ദത്തത്തെ കെടുത്തി കളയാൻ എൻ്റെ അപ്പൻ അനുവദിച്ചില്ല. വാഗ്ദത്തം യേശുവായിരുന്നെങ്കിൽ യേശുവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എൻ പിതാവായ ദൈവത്തിൻ്റെതായിരുന്നു. ഇന്ന് രാത്രി ഭക്തന്മാരെ നോക്കി, ദൈവദാസന്മാരെ നോക്കി ഞാനൊരു ദൂത് പറയാം. നിങ്ങൾ ആരാന്ന് തെളിയിക്കേണ്ടത് എൻ്റെ അപ്പന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് നാം ഓർക്കുമായിരിക്കും, നാം ഭക്തനാണ്, അല്ലെങ്കിൽ നാം വിശ്വാസിയാണ്, ശക്തനായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവനാണ്. കർത്താവിന്റെ ദാസൻ പാടിയതുപോലെ ഇത് പോരായേ എന്ന് പറഞ്ഞ് അധികം കൃപ പ്രാപിച്ച് വിശുദ്ധി പ്രാപിച്ച് ദൈവനാമത്തിന് വേണ്ടി വീരോടെ നിൽക്കുന്ന വ്യക്തിയാണ് ഞാനെന്നൊരു തോന്നൽ നമ്മുടെ അകത്തളത്തിൽ ഭരിക്കുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാനൊരു കാര്യം പറയാം. അതല്ല വലുത്. അതിലും വലുത് നമ്മെ വീണ്ടെടുത്ത, നാം സമർപ്പിച്ച, നമ്മുടെ സമർപ്പണം സ്വീകരിച്ച ദൈവത്തിനൊരു വാശിയുണ്ടെന്ന് നീ ആരാധന തെളിയിക്കാം. അതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതാ അപ്പ ഞാനൊരു പ്രാർത്ഥിക്കുന്നവളാണെന്ന് തെളിയണം. ചുമ്മാ തട്ടുകയും തോണ്ടുകയും മാന്തുകയും ചെയ്തിട്ട് പോകുമ്പോൾ കൊള്ളരുത് കേട്ടോ. നമ്മൾ സോൾജിയേഴ്സ്, പട്ടാളക്കാരാണ്.
ഇതുവരെ ലോക ഗവൺമെന്റിന്റെയാണ്, പക്ഷെ ഇപ്പൊ സ്വർഗ ഗവൺമെന്റിന്റെയാണ്. സ്വർഗ ഗവൺമെന്റിന്റെ പട്ടാളക്കാർക്ക് പ്രത്യേകതയുണ്ട്. ലോക ഗവൺമെന്റിന്റെ പട്ടാളക്കാർക്കുള്ള പ്രത്യേകത, ഒരു ഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്രമണം ശത്രുവിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പെട്ടെന്ന് വേണമെങ്കിൽ കൂട്ടുകാരൊക്കെ ഓടി വരും, പക്ഷെ കുറച്ചു നേരം ഹൈഡ് ചെയ്ത് വെക്കും, പിന്നെ അവർ പുറത്തെടുക്കും. പക്ഷെ അവർക്കതിനെ തടയാൻ പറ്റത്തില്ല. തടയാൻ പറ്റുമോ കർത്താവിന്റെ ദാസനെ? ഇല്ല, തടയാൻ പറ്റത്തില്ല. BSF-ലായാലും ആർമിയിലായാലും ഒരു വ്യക്തിക്ക് പേഴ്സണലായിട്ട് വരുന്ന അറ്റാക്കിനെ തടയാൻ ബുദ്ധിമുട്ടാണ്. കാരണം പല സ്ഥലങ്ങളിൽ അവർക്ക് നോക്കേണ്ടി വരും. സ്വന്തം കൂടെ നിൽക്കുന്നവർക്ക് പോലും ചിലപ്പോൾ സംരക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ സ്വർഗ ഗവൺമെന്റിന്റെ പട്ടാളക്കാരെ കുറിച്ച് ദൈവം പറഞ്ഞതെന്നറിയോ? ഞാൻ നിനക്ക് ചുറ്റും പട്ടാളമായി ഇറങ്ങുമെന്ന്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും, എങ്കിലും അത് നിന്റെ അടുത്ത് വരാൻ അനുവദിക്കാത്ത കരങ്ങളിൽ താങ്ങുന്ന ദൂതകൾക്ക് അയച്ച് സംരക്ഷിക്കുന്ന കരുത്തനായ ഒരു കർത്താവിന്റെ സാന്നിധ്യം. അതുകൊണ്ട് ധൈര്യമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങളോട് പറയാം കേട്ടോ. വാഗ്ദത്ത സന്തതിയായ എൻ്റെ അപ്പായെ തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. നോക്കിയ പ്രശ്നങ്ങൾ ഉണ്ടാകും തോറും ദൈവത്തിന്റെ ആത്മാവ് ജഡത്തിൽ പിതാവല്ലാതിരിക്കുന്ന എന്നാൽ പിതാവായിരിക്കുന്ന യോസഫിനോട് പറഞ്ഞു, നീ ബത്ലഹേമിലേക്ക് പോ, നീ നസ്രത്തിലേക്ക് പോ, നീ മിസ്രൈമിലേക്ക് പോകും, കാരണം കുഞ്ഞിനെ കൊല്ലാൻ നോക്കും. അപ്പൊ വാഗ്ദത്ത സന്തതിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വാഗ്ദത്തം ചെയ്തവന്റെ ഉത്തരവാദിത്തമാണ്. വാഗ്ദത്തം ചെയ്ത് നമുക്ക് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. എത്രയോ വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഡെഡ് ആവില്ല എന്ന്, ഇതൊന്നും ഡെഡ് ആവില്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ കരത്തിൽ തരിക എന്നുള്ളത് എൻ്റെ അപ്പൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറുന്നപ്പോഴെന്നറിയോ? നമ്മൾ അപ്പൻ്റെ വിശ്വസ്ത ഭടന്മാരായി കഴിയുമ്പോൾ, നമ്മൾ അപ്പൻ്റെ വിശ്വസ്ത മക്കളായി കഴിയുമ്പോൾ, നമ്മൾ അപ്പൻ്റെ യഥാർത്ഥ മക്കളെന്ന പദവിയിലേക്ക് നാം വന്നു കഴിയുമ്പോൾ വാഗ്ദത്തങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി എടുത്തു തരും. കാരണം എന്നറിയോ? മക്കളെങ്കിൽ അവകാശികളാണ്. ആ അവകാശത്തെ ഇനി പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. യഥാർത്ഥ മക്കളെങ്കിൽ ആ അവകാശത്തിലേക്ക് ദൈവം നമ്മളെ നടത്തും. ഏറ്റവും ഒടുവിൽ നോക്കി കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. ഈ ഗബതയുടെയും ഗത്സമനയുടെയും അനുഭവം ഒന്നും ഞാൻ പറയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞു. ഗൊൽഗോത്തായിൽ കർത്താവിനെ ക്രൂശിച്ചു. അവര് സ്വന്തം തോളിൽ തലചായ്ച്ച് എൻ്റെ പ്രാണപ്രിയൻ പ്രാണനെ വെടിഞ്ഞു. പ്രാണനെ വെടിഞ്ഞു കഴിഞ്ഞപ്പോൾ അരിമത്യക്കാരനായ യോസേഫ് എന്ന് ചോദിച്ചു, ശരീരം വേണം. അന്ന് മരിച്ചു പോയി അല്ലെങ്കിൽ അവന്റെ ജീവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ബോഡി വിട്ടുകൊടുക്കുന്നേ. എന്നിട്ടും ഇപ്പൊ നമുക്കതിനെ ബോഡി എന്ന് വിളിക്കാം. എന്നിട്ട് അതിനെ എടുത്ത് അരിമത്യക്കാരനായ യോസേഫ് തന്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആരെയും ഇതുവരെയും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ച് വലിയൊരു കല്ല് ഉരുട്ടി വെച്ചു. അപ്പൊ യേശു ആയിരുന്നു മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഉറക്കം കെടാൻ കാരണം. നാളുകളായിട്ട് ഈ ചതിയൻ അവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയെന്ന് അവർ പറയണേ. അപ്പൊ ഇന്നവൻ ചത്തു, ഇന്നവൻ തീർന്നു, അപ്പൊ ഇന്ന് രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങാമെന്ന് പോയി പറഞ്ഞ് അവർ വീട്ടിൽ ചെന്നപ്പോഴാണ് അവൻ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞ കാര്യം ഓർത്തത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. നമ്മൾ മരിച്ചാലും നമ്മളിലൂടെ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ, നമ്മളിലൂടെ ദൈവം ചെയ്ത പ്രവർത്തികൾ ഓർത്ത് പൈശാചിക മണ്ഡലം വിറയ്ക്കണം. അയ്യോ, പ്രാർത്ഥിക്കുന്നവന്റെ മകളാന്ന് പറഞ്ഞ് നമ്മുടെ തലമുറയെ നോക്കാനിടയാവരുത്. ഞാനെപ്പോഴും പറയും, പന്ന പിശാചിന്റെ തലമുറയുടെ അടുത്ത് പോലും വരാൻ നിന്ന് ഞാൻ അനുവദിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? ഈ കർത്താവിന്റെ ദാസൻ 3 മണിക്കൂർ ഉറങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും അത്ഭുതം തോന്നിയില്ല. കാരണം കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ അത്രേ ഉറങ്ങാറുള്ളൂ. എനിക്ക് ഒട്ടും അത്ഭുതം തോന്നിയില്ല. 17 വർഷമായി. എല്ലാവരും പറയും ഉറങ്ങിയില്ലെങ്കിൽ ഓർമ്മ നശിക്കും, എന്തൊക്കെയോ സംതിങ് ഹാപ്പനിങ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. എന്തൊക്കെയോ വരുമെന്ന് കേൾക്കാം. പക്ഷെ എനിക്ക് ഇതുവരെ കൃപയാൽ ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. പിശാച് കേൾക്കാതിരിക്കട്ടെ. നോക്കിയേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ഉറക്കം കെട്ടു കഴിഞ്ഞപ്പോഴാണ് നേരെ വെളുക്കുന്നതിന് മുമ്പ് പീലാത്തോസിനോട് ചെന്ന് പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ ഓർത്തു ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞ കാര്യം, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഇവനിൽ ഒരു കുറ്റവുമില്ല, എന്റെ കൈകളെ ഞാൻ കുറ്റമില്ലായ്മയിൽ കഴുകുന്നു എന്ന് കൈ കഴുകിക്കളഞ്ഞ പീലാത്തോസ് പറയുക, ശരിയാ നിങ്ങൾ പറഞ്ഞത്, ഇനി എങ്ങാനും അവൻ വന്നാലോ
ഒരു കാര്യം ചെയ്യാൻ, കാവൽക്കൂട്ടത്തെ ഞാൻ തരാം, നിങ്ങൾ ഇന്ന് ഉറപ്പാക്കിക്കൊള്ളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ അധികം അവിടെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സാക്ഷി ചുരുക്കമായി പറയാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ്. നോക്കിയേ, വചനമാണല്ലോ ഇമ്പോർട്ടൻ്റ്, കർത്താവാണല്ലോ ഒന്നാം സ്ഥാനം. സാക്ഷ്യത്തിനകത്തും മുഴുവനും അപ്പനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഉണ്ടാവില്ല, അപ്പൻ തന്നെയാണ്. പക്ഷേ വചനം വായിച്ചത് കൃത്യമായി സംസാരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. ഒറ്റ വാക്കിൽ ദൂത് അവസാനിപ്പിക്കാം. കാവൽക്കൂട്ടത്തെ ഏർപ്പാടാക്കിയാലും, എത്രമാത്രം ഫോഴ്സ് കൊണ്ട് റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര ആ കല്ലറയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലിന്റെ മേൽ വെച്ച് അവർ സീൽ ചെയ്താലും, എത്ര സ്ട്രോങ് ആയിട്ടുള്ള പടക്കൂട്ടത്തെ കാവൽ നിർത്തിയാലും, ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, വാക്തത്വമുള്ളവനെ ഒതുക്കാൻ, വാക്തത്വമുള്ളവനെ തകർക്കാൻ, ഒരു പടി കൂടെ കടന്നു പറഞ്ഞാൽ അഭിഷേകമുള്ളവനെ തൊടാൻ, അഭിഷേകമുള്ളവനെ തകർക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. അവനെ ദൈവം പുറത്ത് കൊണ്ടുവന്നിരിക്കും. നമ്മളെ ഒതുക്കാൻ പറ്റും ഒരു ദിവസം, നമ്മളെ തടയാൻ പറ്റും 2 ദിവസം, 3 പകലുണ്ടെങ്കിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ആ ശക്തിയുടെ ആഴം അനുഭവിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം, തളരരുത്, പകരരുത്. പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് പകർന്നു തരുവാൻ കരുത്തനായി ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്നവനാ. അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് വാക്തത്വമുള്ളവനെ തകർക്കാൻ ഉലകത്തിലെ ഒരു അന്ധകാര ശക്തിക്കോ ഒരു വ്യക്തിക്കോ കഴിയത്തില്ലെന്നുള്ള ഉറപ്പ് നമ്മുടെ അകത്തളത്തെ ഭരിക്കണം. പ്രിയമുള്ളവരെ, പൗലോസിനെതിരെ 40 യഹൂദന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ശപഥം ചെയ്തു, അവനെ കൊല്ലുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യാതെ ഞങ്ങൾ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യത്തില്ലെന്ന്. പക്ഷെ പിന്നീട് അവരുടെ ചരിത്രം പുറത്തു വന്നിട്ടില്ല. പൗലോസ് റോമിലെത്തി. മോശയെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആയിരക്കണക്കിന് എബ്രായരുടെ കുഞ്ഞുങ്ങൾ നൈൽ നദിയിൽ വീണ് ഇല്ലാതെയായി പോയി, എറിഞ്ഞ് കൊന്നു കളഞ്ഞു. പക്ഷെ വാക്തത്വമുള്ളവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനിടയായി തീർന്നു. ഒരു കാര്യം ആത്മാവിൽ പറയാം, വാക്തത്വം എന്നതിനേക്കാൾ ഉപരി അഭിഷേകത്തോടെ എഴുന്നേൽക്കുന്ന ഒരുവനെ, നിയോഗത്തോടെ നിൽക്കുന്ന നിങ്ങളെ ഒരു മനുഷ്യന് തകർക്കാനാവില്ലെന്നൊരു ഉറച്ച ധൈര്യം നമ്മുടെ അകത്തളത്തിൽ വ്യാപരിച്ചാൽ മാത്രം മതി, ബാക്കി സ്വർഗം ചെയ്തോളും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആൻസി പൗലോസ് എന്നാണ്. എൻ്റെ ബാല്യകാലത്തെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും റീസെൻ്റ്ലി എൻ്റെ കല്യാണത്തിന് ശേഷമുള്ള സംഭവങ്ങൾ ഞാൻ പറയാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസിനെ കൊണ്ട് എൻ്റെ 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ കഴിപ്പിക്കാൻ കാരണം എൻ്റെ എൻ്റെ അച്ചാച്ചന്, എൻ്റെ ഫാദറിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നത് നിമിത്തമാണ്. പെട്ടെന്ന് ഒരാളെങ്കിലും കെട്ടിച്ചയക്കാമെന്നുള്ള ചിന്തയിൽ എന്നെ കെട്ടിച്ചയക്കുവാനിടയായി തീർന്നത്. ഞങ്ങൾ 3 മക്കളാണ്. 3 മക്കളെ ഞാനാണ് മൂത്തയാള്. എൻ്റെ നേരെയുള്ള 2 സഹോദരങ്ങളാണ്. വേഗത്തിൽ ഒരു കാര്യം പറയാം, ഞങ്ങൾ 3 പേരും കർത്താവിൻ്റെ വേലയിലാണ് കേട്ടോ. 3 പേരും കർത്താവിൻ്റെ വേലയിലാണ്. ആരെയും ലോകപരമായ ഒരു കാര്യത്തിനും എൻ്റെ അമ്മ വിട്ടില്ല. കുറച്ച് നാൾ മാത്രം ഞാൻ മാത്രം ജോലി ചെയ്തു. പക്ഷേ അവർ 2 പേരും വിശ്വസ്തയോടെ പെട്ടകം ചുമക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൽ എങ്ങും പോകാതെ തുടങ്ങിയവരാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സിദ്ധിച്ചു. ഞങ്ങളും ഈ അച്ഛൻ പറഞ്ഞ പോലെ റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട് അതിനകത്ത് തന്നെ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ അനിയത്തി ഇപ്പോഴും മഠത്തിലെ മദർ സുപ്പീരിയറാ, കുട്ടിക്കാനത്ത് കോൺവെന്റിൽ. അമ്മയുടെ 2 സിസ്റ്റർമാർ വയനാട്ടിലെ സിസ്റ്റർമാരാ. അമ്മയുടെ ആങ്ങളമാർ പലരും അച്ഛന്മാരാ. എനിക്കതൊന്നും അല്ല പുകഴ്ച. ഈ വലിയ മഹാവിപത്ത് പിടിച്ച കുടുംബത്തിനകത്ത് നിന്ന് എൻ്റെ ജീവനുള്ള നിത്യരാജ്യത്തിൻ്റെ ഉടമയാക്കി പുറത്തു കൊണ്ടുവന്ന യേശുവിൻ്റെ സ്നേഹമാണ് എൻ്റെ വിഷയം. എനിക്കിതല്ല വിഷയം. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് സ്വർഗം ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കാരണം പറയാം. എൻ്റെ അപ്പൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. എൻ്റെ അമ്മ തികഞ്ഞ ആസ്മ രോഗി. അപ്പൻ എസ്റ്റേറ്റിലെ ഡ്രൈവറും അമ്മ എസ്റ്റേറ്റിൽ തേയില തോട്ടത്തിലെ കൊളുതു നുള്ളുന്ന ആളുമായിരുന്നു. അമ്മയ്ക്ക് കിട്ടുന്ന പൈസയെല്ലാം ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഒരാഴ്ച ചിലവായി പോകും. അപ്പന് കിട്ടുന്ന പൈസയെല്ലാം അന്ന് എന്തോ വാപ്പച്ചാലിൻ്റെ ചാരാഴ്ച പട്ടച്ചാലായ അവിടെയായിരുന്നു മണർകാട് വാപ്പൻ. താങ്ക് യു പാസ്റ്റർ. ആ പുള്ളിയുടെ ബാങ്കിലാണ് എൻ്റെ അപ്പൻ പൈസ മുഴുവൻ ഡെപ്പോസിറ്റ് ഇട്ടേക്കുന്നത്. അവിടെ മൊത്തം കിടക്കുന്നത്, ഞങ്ങൾക്കുള്ളത് മുഴുവൻ അവിടെ കിടക്കുന്നത്. അന്നേരം ഈ അമ്മയ്ക്ക് കിട്ടുന്ന പൈസ ഇങ്ങനെയും അപ്പന് കിട്ടുന്ന പൈസ ഇങ്ങനെ ആയപ്പോൾ മക്കൾ 3 പേരും പട്ടിണിയായി. ഒരു കൊച്ചു പാത്രവുമായിട്ട് 7ലധികം വീടുകൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കയറി ചെന്നിട്ടുണ്ട് ഞാൻ. വിശപ്പ് സഹിക്ക വയ്യാതെ തേയിലത്തോട്ടത്തിൽ നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്ത ഒരുപാട് തമിഴ് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെയൊക്കെ വീട്ടിൽ ചെല്ലും, ഒരു കൊച്ചു പാത്രവുമായിട്ട് ചെല്ലും, ഇച്ചിരി ചോറ് തരാമോ,
ഇച്ചിരി അച്ചാറ് തരാമോ, വേറൊന്നും ചോദിക്കാറില്ല. ഇതൊക്കെ ചോദിച്ച ഏഴ് 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 വീടുകൾ, ഒരിക്കൽ 13 വീട് വരെ എണ്ണി കയറിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വേട്ടപ്പട്ടി ആട്ടി ഓടിക്കുന്നത് പോലെ, എൻ്റെ പേ പിടിച്ച പട്ടിയെ കാണുമ്പോൾ ആട്ടി ഓടിക്കുന്നത് പോലെ ഞങ്ങളെ തെറിയും പിടിച്ച് ആട്ടി ഓടിച്ചിട്ടുണ്ട്. നല്ല ശമ്പളം ഉണ്ടായിരുന്ന അപ്പനാണ്. അമ്മയ്ക്കും അത്യാവശ്യം സാലറി ഉണ്ട്. തേയിലത്തോട്ടത്തിലെ തൊഴിലാളിയാണെങ്കിലും എടുക്കുന്ന ആ നുള്ളി എടുക്കുന്ന ഇലയുടെ വില കനമനുസരിച്ചാണ് അതിന് പൈസ കിട്ടുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, അത് മുഴുവനും ഹോസ്പിറ്റലും മദ്യഷാപ്പിലുമായി, ഒടുവിൽ പട്ടിണി പരിവട്ടവുമായി. ഒരിക്കൽ അമ്മ പറഞ്ഞു, മക്കളെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ആരും സ്കൂളിൽ പോകണ്ട. എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. യേശുവിനെ കണ്ടെത്താനുള്ള മുഖാന്തരം പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ വരാട്ടോ. ഇന്ന് ആരും സ്കൂളിൽ പോകണ്ട. എൻ്റെ സഹോദരൻ അന്നേരം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഉടനെ ഞങ്ങൾ 3 പേരും സ്കൂളിൽ പോയില്ലെങ്കിൽ വഴക്ക് പറയുന്ന അമ്മയോട് ചോദിച്ചു, ഇന്ന് എന്നെ അമ്മ സ്കൂളിൽ പോകണ്ട എന്ന് പറയുന്നേ. എന്നിട്ട് പറഞ്ഞു, ഇല്ല ഇന്ന് പോകണ്ട, അച്ചാച്ചൻ പോകട്ടെ, നമ്മളാരും പോകണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ചാച്ചൻ പോയതിന് ശേഷം ഞങ്ങൾ 3 പേരും ശ്വാസം എടുക്കാൻ തത്രപ്പാട് കഴിക്കുക. എൻ്റെ അമ്മ ആസ്മ കൂടി എങ്ങനെ ശ്വാസം എടുക്കണമെന്നറിയാതെ തത്രപ്പാട് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും അടുത്ത് എന്ന് ചോദിച്ചു. ഞങ്ങളുടെ അനിയത്തി തീർത്തും കുഞ്ഞാ. ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ചെന്നിട്ട് അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി ഇന്ന് എന്നാ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞേ. ഉടനെ എൻ്റെ അമ്മ ശ്വാസം എടുക്കാൻ തത്രപ്പാട് കഴിക്കുന്നതിനിടയിലും ആ പൊട്ടിക്കരഞ്ഞോട്ട് പറഞ്ഞു, നമുക്ക് 3 പേർക്ക് മരിക്കാം, നമുക്കിനി ജീവിക്കണ്ട. കാരണം എൻ്റെ രോഗം സൗഖ്യമാകത്തില്ല, അച്ചാച്ചൻ കൂടി നിർത്തത്തില്ല, നിങ്ങളുടെ പട്ടിണി എനിക്ക് കാണാൻ പറ്റത്തില്ല, നിങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഒരു കിണറുണ്ട്, 5ാം നമ്പർ എന്ന് പറഞ്ഞ തേയിലത്തോട്ടത്തിനകത്തൊരു കിണറുണ്ട്. നമുക്ക് 4 പേർക്കും ആദ്യം കുഞ്ഞിനെ ആശയനെ, അനിയത്തിയുടെ പേര് ആശ എന്നാണ്, ആദ്യം കുഞ്ഞിനെ എടുത്തിട്ടിട്ട് നമുക്ക് 3 പേർക്കും മരിക്കാം. ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ കൊല്ലാതെ മരിച്ചാൽ പിന്നെ എനിക്ക് അത് സാധിക്കത്തില്ല, നിങ്ങൾ വളരെയധികം കഷ്ടത അനുഭവിക്കും. എന്നാൽ പിന്നെ എല്ലാവരും മരിക്കാമെന്ന് പറഞ്ഞപ്പം 5ാം ക്ലാസ്സിലെ എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന എൻ്റെ സഹോദരൻ ആവറേജ് ഹൈറ്റേ ഉള്ളൂ. അതിനുശേഷമൊക്കെ അവൻ പൊക്കം വെച്ചത്. അവൻ പറഞ്ഞു, അമ്മ എന്നെ കൊല്ലരുത്. അതിനുശേഷം പറഞ്ഞു, ഞങ്ങളെ ആരെയും കൊല്ലരുത്, ഞാൻ ഇന്ന് മുതൽ എവിടെയെങ്കിലും ജോലിക്ക് പൊക്കോളാമെന്ന് പറഞ്ഞു. അവിടെ എസ്റ്റേറ്റിൻ്റെ റീമോഡലൊക്കെ നടക്കുന്ന സമയമാണ്. കോൺട്രാക്ടർമാർ അവിടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു നിർത്തുന്ന സമയമാണ്. ആ സമയത്ത് ഇവൻ അന്ന് മുതൽ ഇച്ചിരിയില്ല, കൊച്ചു കുഞ്ഞാ എന്നോട് പറഞ്ഞു, ചേച്ചി പോകേണ്ട, അവിടെ നിറച്ചു ആണുങ്ങളാണ്, അതുകൊണ്ട് ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. 5ാം ക്ലാസ്സിൻ്റെ വെക്കേഷന് ഇഷ്ടിക ചുമക്കാൻ പോയി എൻ്റെ സഹോദരൻ. ഇന്നും ആളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, പക്ഷെ ഞാൻ ഏറ്റവും ഒടുവിലേ പറയത്തുള്ളൂ. അങ്ങനെ വളരെ കഷ്ടതയുടെ കൈപ്പുനീര് കുടിച്ചാണ് ഞങ്ങൾ വളർന്നു വന്നത്. എൻ്റെ ആങ്ങളെ എന്നാണ് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പോയി കേട്ടോ, പക്ഷെ അവിടെ ഒന്നും സക്സസ് ആവാതെ എന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് 17ാമത്തെ വയസ്സിൽ തിരുവചനം അഭ്യസിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബാഗ് എടുത്തോ. അന്ന് ഞങ്ങളുടെ അമ്മയുടെ ആസ്മ രോഗം മാറി. പക്ഷെ പിതാവിന് മനസ്സാന്തരമൊന്നും വന്നില്ല. എന്നാലും കൂടി അങ്ങനെ തന്നെ തുടരുവാനിടയായിട്ടുണ്ട്. എങ്കിലും ഒരു നാൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലാത്ത ദിവ്യ സമാധാനം സ്വർഗം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുവാനിടയായിത്തീർന്നു. അത് ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ സ്കൂളിൽ പോയി ശ്വാസം മുട്ടൽ സഹിക്കാൻ വയ്യാതെ വേദനയോടെ എന്താ പറയുക, ഈ വലിവെന്ന് പറഞ്ഞൊരു അതിഭയങ്കര പ്രയാസമുളവാക്കുന്ന ഒരു രോഗമാണ്. അങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന കാണിയുടെ സൈഡിൽ എൻ്റെ അമ്മ ഇരുന്നപ്പോൾ കവലയിൽ നിന്ന് ഒരു ഉപദേശി, അന്നൊക്കെ നമ്മൾ ഉപദേശിനാണല്ലോ വിളിക്കുന്നത്, ഒരു ഉജാല ബോട്ടിൽ മുഴുവൻ ഉജാലയും മുക്കിയ ഒരു ഷർട്ടും മുണ്ടും കൊടുത്ത് ഒരു തോൾസഞ്ചിയും ഇട്ട് കാണാൻ വലിയ ലുക്കൊന്നുമില്ലാത്ത ഒരപ്പച്ചൻ അവിടെ നിന്നോട് തൊള്ളകീറി, മൈക്കൊന്നുമില്ല, ഹാൻഡ് മൈക്ക് ഒന്നുമില്ല എന്ന് തൊള്ളകീറി സുവിശേഷം പറയുകയാണ്. ട്രാക്റ്റുമില്ല. ഇത് കേട്ടോണ്ട് വാതിക്കലിരിക്കുകയായിരുന്നു അമ്മ. വ്യക്തമായിട്ടേ കേൾക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിച്ച ഒറ്റ ചോദ്യം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണെന്ന് നിനക്ക് അറിവുണ്ടോ? ഇത് മാത്രമേ അമ്മ വ്യക്തമായിട്ട് കേട്ടുള്ളൂ എന്നാ ഇപ്പോഴും പറയുന്നത്. അമ്മ അവിടെ നിന്നുകൊണ്ട് ഉറക്ക ശബ്ദമെടുത്ത് വിളിക്കാൻ പറ്റില്ല, പക്ഷെ കൈ കാട്ടി അദ്ദേഹത്തെ അടുത്തോട്ട് വിളിച്ചു. അദ്ദേഹം അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഇരിക്കുക പറഞ്ഞു. ആ കാണിയുടെ സൈഡിൽ ആ മനുഷ്യനെ അമ്മച്ചി ഇരുത്തിയിട്ട് പറയാൻ പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. അദ്ദേഹം യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എൻ്റെ അമ്മ ഇപ്പോഴും പറയും, ഈ ലോകത്ത് മറ്റൊരുത്തനിലും നിനക്ക് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിലുള്ള ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണെന്ന് പറഞ്ഞപ്പോൾ മാതാവിന്റെ കൊന്തയും സകലത് മാറ്റിവെച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നു മുതലായി യേശുവിനെ വേണമെന്ന് പറഞ്ഞു. അന്ന് എല്ലാ ദിവസവും സ്കൂളിൽ വിട്ടു വരുമ്പോൾ വളരെ അസ്വസ്ഥമായി കാണപ്പെടുന്ന, ദേഷ്യത്തിൽ കാണപ്പെടുന്ന എൻ്റെ അമ്മ അന്ന് സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ കണ്ടു. ഈ ശ്വാസം മുട്ടലാണ്, വലിവൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഓർക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കാണാൻ ഞങ്ങൾക്ക് തരും. അതൊക്കെ ശൂന്യമായിരുന്നു. പശപ്പച്ചീരിയുടെ കഞ്ഞവെള്ളം, അലുവ, കറുത്തലുവ മുറിക്കുന്ന പോലെ മുറിച്ച് കഴിക്കത്തക്ക രീതിയിൽ വീട്ടിലിരിപ്പുണ്ടായിരുന്നു, അല്ലാതൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം, ഞാനൊട്ട് വല്ല കഴിക്കാൻ കാണുമായിരിക്കുമല്ലോ എന്ന് ഓർത്താ ഓടി വന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കഴിക്കാനൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരാളിനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ. മധുബ ഡെക്കറേഷനും പാട്ട് കുർബാനയും കുർബ ചൊല്ലലും മധ്യസ്ഥണക്കിലും മാത്രമായിട്ട് നടന്ന എനിക്ക് ഈ യേശു ഒരു അന്യനായിരുന്നു. അന്ന് അമ്മയുടെ ഹൃദയത്തിൽ സ്വീകരിച്ച യേശുവിനെ അന്ന് തന്നെ അമ്മ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നു. പിന്നെ എന്നോട് പറഞ്ഞു, ഇനി മേലിൽ കത്തോലിക്ക പള്ളി പോകരുത്, നമുക്ക് എവിടെയെങ്കിലും പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോകാം, ഒന്നുമല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്ന് തുടങ്ങി എൻ്റെ ഭാഷ, ഞങ്ങളുടെ അന്നത്തെ ഭാഷയിൽ പറഞ്ഞ കഷ്ടകാലം. കാരണം ഒറ്റ കോട്ടേജ് മീറ്റിംഗ് മുടക്കത്തില്ല, ഒറ്റ സൺഡേ സ്കൂൾ മുടക്കത്തില്ല, ഒറ്റ ആരാധന മുടക്കത്തില്ല. തുള്ളിക്കൊരുകുടം പെയ്യുന്ന മഴയാണ് ഹൈറേഞ്ചിലെ മഴ. ആ മഴയ്ക്കകത്ത് ഒരു കുടയ്ക്കകത്ത് 3 തല, കഴുത്തിന് താഴോട്ട് മാത്രമേ ഉള്ളൂ മീൻസ് കഴുത്ത് മാത്രമേ കാണത്തുള്ളൂ നനയാത്തതായിട്ട്, ബാക്കി മുഴുവനും നനഞ്ഞു. ഈ നനഞ്ഞു മുതിർന്ന് ചെന്നാലോ ഇതെല്ലാം ഒന്ന് പിടിഞ്ഞു കളഞ്ഞിട്ട് കയറിയിരിക്കുന്ന ചാണകം മേടിക്കുന്ന തറയിൽ തിരിച്ചു വരുമ്പോൾ പാവാടയിലൊക്കെ ന്യൂ ഡിസൈനുമായിട്ട് ഇറങ്ങി വരുന്നത്. ഇതിന്റെ സ്മെല്ലോ സഹിക്കാൻ പറ്റത്തില്ല. എന്നാലും ഒറ്റ മീറ്റിംഗ് വിടത്തില്ല. ഞങ്ങൾക്ക് തരാതെയും ഞങ്ങളെ കാണിക്കാതെയും, ഞാൻ നിങ്ങളോട് ഒന്ന് തുറന്നു പറയാം കേട്ടോ, നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്ത് വരുന്ന ഒരിടത്തുനിന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇട്ടേക്കല്ലേ. ഞങ്ങൾക്ക് തരാതെയും ഞങ്ങളുടെ വയറ് നിറയ്ക്കാതെയും എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പിറക്കി കിട്ടുന്നത് ഞായറാഴ്ച കർത്താവിന്റെ ദാസന്മാര് നാട്ടുംപുറത്തുനിന്ന് മേളിൽ കയറി വരും ഹൈറേഞ്ചിൽ, അവർക്ക് കൊടുക്കാൻ വേണ്ടി പാത്തു വയ്ക്കും അമ്മ. നല്ല മനസ്സിലായോ? ഞങ്ങൾക്കൊന്നും തരുന്നില്ല. ഇതെല്ലാം എടുത്ത് കർത്താവിന്റെ ദാസന്മാര് കഷ്ടം അനുഭവിച്ച് നമ്മളെ സേവിക്കാൻ, സ്നേഹിക്കാൻ, പഠിപ്പിക്കാൻ വരുന്നതാ. പക്ഷെ അതിന്റെ നന്മ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് കേട്ടോ. എനിക്കത് പറയുന്നതിൽ ഒരു മടിയില്ല. സ്വന്തം മക്കളെ പോലും ഗൗനിക്കാതെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കരം നീട്ടിയ എൻ്റെ അമ്മയുടെ ആ ഒരു സ്വഭാവമാ ഇന്ന് ഞങ്ങളെ ദൈവം മാനിക്കുവാൻ ഇടയായി തീർന്നത്. ഒന്നിനും മുട്ടില്ലാത്തവരായി മാറ്റിയത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ഒരു സ്വഭാവം അത് ഞങ്ങളിലേക്ക് പകർന്നു തരുവാൻ ഇടയായി തീർന്നു. അവിടെ കൊണ്ട് ഞാൻ ആ വിഷയം വിട്ടിട്ട് ഞാൻ വേഗത്തിൽ അപ്പുറത്തെ 18ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിപ്പിച്ചതോ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബം. ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണം കഴിക്കുന്ന വീട്ടിലെങ്കിലും ചെന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, അവിടെ ചെന്നെങ്കിൽ സമാധാനത്തോടെ ഇരിക്കാം, ഇതൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷെ അവിടെ ചെന്നപ്പോൾ നേരെ വിപരീതം. പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാളും ഗതികെട്ടൊരവസ്ഥ. അവിടെ ഒന്നും പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾക്ക് ഏതാണ്ട് വളരെ ദൂരെ, ഏതാണ്ട് 1.5 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്താൽ ചെന്നെത്താൻ പറ്റുന്ന സ്ഥലത്താണ് കർത്താവിന്റെ വേല ആദ്യമായിട്ട് കിട്ടിയത്. ഞാൻ കൺസീവ് ആയിട്ടിരിക്കും. എനിക്കറിയത്തില്ല, ഇരട്ടക്കുട്ടികളാണെന്നൊന്നും അറിയത്തില്ല. ഈ വലിയ അടാറ് വയറും വെച്ചോണ്ട് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ 1.25 മണിക്കൂർ ബസ്സേ പോകേണ്ട റോഡ് ഞങ്ങൾ കുറുക്കു വഴികളും മലകളും താണ്ടി അവിടെ ചെന്ന് കർത്താവിന്റെ വേല ചെയ്തിട്ട് എത്ര തേയില ചൂട്ടിലിരുന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, എത്ര പൂമരത്തിന്റെ ചൂട്ടിലിരുന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഏത് മരത്തിന്റെ ചൂട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത്ര കഷ്ടം സഹിച്ച് കർത്താവിന്റെ വേല ചെയ്തു ആ കുറച്ച് നാള്. അതിനുശേഷം മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായി ആ ഭവനത്തിനകത്ത്. വളരെ പ്രതികൂലമായി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. 1.5 വയസ്സ് മക്കൾക്ക് പ്രായമുള്ളപ്പോൾ ആദ്യമായിട്ടൊരു വാടക വീടെടുത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചു. ഇന്നും വാടകയ്ക്ക് 25 വർഷമായതേ ഉള്ളൂ. പക്ഷെ ഈ വാടക തീരാൻ സമയമായെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കൈപ്പണി ഇല്ലാത്തൊരു നല്ല വീട്, വിത്തൗട്ട് എനി റെന്റ് എനിക്ക് വേണ്ടി പണിയുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ അപ്പൻ കൺഫ്യൂസ്ഡ് ആവുക. എന്താണെന്നറിയാമോ, വീടിന്റെ പണി കഴിയേണ്ട സമയം കഴിഞ്ഞു. ഓരോ മിനിസ്ട്രി കഴിയുമ്പോഴും ടൈൽസ് മാറ്റിക്കൊണ്ടിരിക്കുക. ആദ്യം ഇടുന്ന 80 രൂപയുടെയാണ്. അന്നേരം കർത്താവ് ഓർക്കും ഈ മിനിസ്ട്രി കഴിയട്ടെ നോക്കാമെന്ന്. പിന്നത്തെ മിനിസ്ട്രി കഴിയുമ്പോൾ കർത്താവ് പറയും 80 പോരാ 100 ഇടാം. ഓ, നിങ്ങൾക്ക് മനസ്സിലായോ? 100 ഇട്ടു. ഗോപാലിലെ മിനിസ്ട്രി കഴിഞ്ഞപ്പോൾ അപ്പം പറയും 100ന്റെ പറ്റത്തില്ല, ഗ്രാനൈറ്റിലോട്ട് മാറ്റിയാലൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്ന് പണി കഴിയുന്നു അന്ന് ഞാൻ ഇവിടുന്ന് പോയിരിക്കും. അതിനകത്ത് 100% സംശയമില്ലാത്ത കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ പറയാം, 2003 മുതൽ 2018 വരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇതുപോലെ മരിക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പ്രിയ ലോറൻസ് ചാനൊക്കെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. പലപ്പോഴും എൻ്റെ സഹോദരൻ പറഞ്ഞു, അറിയാം നോർത്ത് ഇന്ത്യയിലൊന്നും പോകേണ്ട കാര്യമില്ല, ഈ നാട്ടിൽ എവിടെയെങ്കിലും കർത്താവിന്റെ വേല ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല അങ്ങനല്ല, എനിക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാട്, ദൈവം തന്നിരിക്കുന്ന ആത്മഭാരം ഛത്തീസ്ഗഡിനെ കുറിച്ചാണ്, എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധത്താൽ 2003 അദ്ദേഹം ഛത്തീസ്ഗഡിൽ പോയി. 2003 മുതൽ 2009 വരെ ഛത്തീസ്ഗഡിൽ പോകും, 2-3 മാസം നിൽക്കും, പിന്നെ തിരിച്ചു വരും, പിന്നെയും 2-3 മാസം കഴിയും പോകും, പിന്നെയും തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴോ അയ്യോ എൻ്റെ കർത്താവെ തൊണ്ടുമായിട്ട് നിൽക്കണം, ആ പരുവത്തിന് അവിടുന്ന് തിരിച്ചു വരുന്നത്. കാരണം വെള്ളമില്ലാത്ത രാജ്യത്തിലാണ് പോകുന്നത്, കുളിക്കാൻ പറ്റത്തില്ല, വെള്ളം ആവശ്യത്തിന് കുടിക്കാൻ പറ്റത്തില്ല, ഒരു ദിവസം ഒരു സമൂസ കഴിച്ചാണ് ജീവിക്കുന്നത്. ഷർട്ടും തുണിയെല്ലാം കൊണ്ടുവരുന്ന അങ്ങനെ തന്നെ ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. ആ പരുവത്തിൽ
ആയിരത്തിലെ ആള് വന്നിറങ്ങുന്നേ. വീട്ടിൽ വന്ന് നിന്ന് 1-2 ആഴ്ച ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് തിരിച്ചു പോകും. വീണ്ടും അതിനേക്കാൾ കഷ്ടത്തിൽ വരും. 2009 ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഗർഭാപ്പസി എന്ന് പറഞ്ഞൊരു സിസ്റ്റം നിലവിൽ വന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ വന്നവരെല്ലാം തിരിച്ചവർ പിടിച്ച് അവരുടെ മതത്തിലേക്ക് തന്നെ കൊണ്ടുപോകുക. അതുകൊണ്ട് ഞാൻ ഇനി കൂടെ നാട്ടിൽ വരത്തില്ല, നിങ്ങൾക്ക് ലീവ് കിട്ടുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2009 മുതൽ 2014 വരെ എല്ലാ വെക്കേഷനിലും മക്കളെയും കൂട്ടി ഛത്തീസ്ഗഡിൽ പോകാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 2014 ഫെബ്രുവരി മാസം 11-ാം തീയതി എൻ്റെ പ്രാണപ്രിയൻ എന്നോട് പറഞ്ഞു, നിനക്ക് തന്ന ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞു, ഇനി എൻ്റെ പെട്ടകം ചുമക്കുവാൻ മുഴുവൻ സമയമായിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞു. അതുവരെ ശുശ്രൂഷയ്ക്ക് പോവുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നിരവധി ചിന്തകളായിരുന്നു എൻ്റെ അകത്തളത്തിൽ. ഛത്തീസ്ഗഡിലെ വേല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, വാടക കൊടുക്കണം, ഉപജീവനം, ഇതെല്ലാം ഹൃദയത്തിൽ കടന്നതുകൊണ്ട് ജോലി വിട്ടൊരു ശുശ്രൂഷ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറിക്കൂടല്ലോ. കർത്താവിനോട് പറഞ്ഞാലും മാറിക്കൂടാ കേട്ടോ. നമ്മൾ മുമ്പ് ആരോട് ഇവിടെ പറഞ്ഞതുപോലെ നാം ചുമന്നുകൊണ്ട് നടക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, നമ്മളെ ചുമക്കുന്ന ദൈവമാണ്. ഈ അച്ഛനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുക. നമുക്ക് എന്ന് പറഞ്ഞതുപോലെ അപ്പൻ നമ്മളോട് പറഞ്ഞതിന് അപ്പൻ മാറ്റം വരത്തില്ല, പക്ഷെ നമ്മൾ അപ്പനോട് പറഞ്ഞതിന് മാറ്റം വരാൻ പാടില്ല. കാരണം 2014 ജോലി വിട്ടിറങ്ങുമ്പം ഞാൻ എൻ്റെ പ്രാണപ്രിയനോട് പറഞ്ഞു, അപ്പൊ ഞാൻ അങ്ങയുടെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇറങ്ങാം, പക്ഷേ ഒരു 5 രൂപയ്ക്കോ 1 ഗ്ലാസ് വെള്ളത്തിനോ 1 അന്തി ഉറങ്ങാനോ ഞാൻ ആരുടെയും വീടുകളിൽ പോകത്തില്ല. എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലാവട്ടെ, ഭർത്താവിൻ്റെ വീട്ടിലാവട്ടെ, ആരുടെയും വീട്ടിൽ പോകത്തില്ല. ഈ വാക്ക് പറഞ്ഞിട്ടാ റിസൈൻ കൊണ്ട് കൊടുക്കുന്നത്. റെസിഗ്നേഷൻ കൊടുത്തു. അവിടെ ഇറങ്ങി അദ്ദേഹത്തോടൊപ്പം ഛത്തീസ്ഗഡിൽ പോയി കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ ചുമല് കൊടുക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇഷ്ടം പോലെ തട്ട് കിട്ടിയിട്ടുണ്ട്. മൂപ്പന്റെ കട്ടിലയിൽ കെട്ടിയിട്ടടിച്ചിട്ടുണ്ട്. തോക്കിന്റെ പാത്തിക്കടിച്ച് എൻ്റെ L3, L4, L5 എന്ന് പറഞ്ഞ നട്ടലിന്റെ അസ്ഥികളൊക്കെ പൊടിച്ചു കളഞ്ഞിട്ടുണ്ട്. ലെക്ചറിലെ ഡോക്ടർമാർ പറഞ്ഞു, ഇവിടെ ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞു. 3 മേജർ അറ്റാക്ക്, വേഗത്തിൽ പോകുക, 3 മേജർ ഹാർട്ട് അറ്റാക്ക് വന്നു. 3ാമത്തെ അറ്റാക്ക് വന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച്. എൻ്റെ ഇളയ മോളിനെ ഊബർ ടാക്സി വിളിച്ച് അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവർക്ക് 2ാമത്തെ അറ്റാക്ക് വന്നപ്പോൾ അത് ഇത്തിരി സിവിയർ ആയിരുന്നത് കൊണ്ട് ഷോക്ക് തരേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ഞരമ്പെല്ലാം കയ്യിൽ നോക്കിയാൽ അറിയാം, ശരീരത്തിൽ ആകമാനം നോക്കിയാൽ അറിയാം, ഞരമ്പൊന്നും സ്ട്രൈറ്റ് ഇല്ല, എല്ലാം ഏതാണ്ട് MC റോഡ് പോലെ ചുരുണ്ട് കിടക്കുന്ന ഞരമ്പുകളാണ്. ഇതിനകത്ത് കുത്താനോ ഇഞ്ചക്ഷൻ എടുക്കാനോ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ICUലെ സ്റ്റാഫ് രാത്രി 12:45 മണി കഴിഞ്ഞ സമയത്ത് അനസ്തെറ്റിക്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് സെൻട്രൽ ലൈൻ ഇട്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വേണം ഇവരെ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, ഒരു എമർജൻസി പേഷ്യന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചു. അപ്പോൾ മേജർ അറ്റാക്ക് കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സൈലന്റ് അറ്റാക്കും കൂടെ വന്നാൽ ഞാൻ പോകുമെന്ന് കരുതി മോണിറ്ററൊക്കെ എൻ്റെ ബോഡിയിൽ ഘടിപ്പിച്ചിരിക്കുക. ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ താടിയിൽ ഇങ്ങനെ തട്ടും. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ താടിയിൽ ഇങ്ങനെ തട്ടിയിട്ട് ആൻസി ആർ യു ഓക്കെ, ആൻസി ആർ യു ഓക്കെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. എപ്പോഴോ ഒരു സമയത്ത് ആ സിസ്റ്റർ തട്ടിയ തട്ടിന് ഇച്ചിരി കാഠിന്യം കൂടിപ്പോയി. ആ കാഠിന്യം കൂടിപ്പോയപ്പോൾ ഒരു മയക്കത്തിലേക്ക് വന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. ഉണർന്നിട്ട് എൻ്റെ പ്രാണപ്രിയനോട് ഞാൻ പറഞ്ഞു, അപ്പായെ, കല്ലിയൂർ അപ്പോസ്തലിക് പെന്തക്കോസ്തൽ ചർച്ചിൽ ഇന്നും ഞാൻ പ്രസംഗിച്ചിട്ടാണ് വന്നേ. അങ്ങേക്ക് ഹിതമെങ്കിൽ ഇന്നെനിക്ക് പൂർണ്ണ സൗഖ്യം തരണം, ഇല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കർക്കരത്തിൽ ഏൽപ്പിച്ച് ശുദ്ധീകരിക്കണം, എന്നെ അങ്ങയുടെ സന്നിധിയിൽ ചേർക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞു. എൻ്റെ ഇളയ കുഞ്ഞു മാത്രമേ വെളിയിൽ നിൽക്കുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ എങ്ങനെ അത് വിശ്വസിക്കും ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ആ സമയത്ത് ആ 3 പ്രാവശ്യം എനിക്ക് വന്നതിനേക്കാളും അതിഭയങ്കരമായ ഒരു ചെസ്റ്റ് പെയിൻ എനിക്ക് വന്നു. ഞാൻ ബെഡിൽ നിന്ന് പൊങ്ങിപ്പോയി. എൻ്റെ അടുക്കൽ നിന്ന് ജൂനിയർ ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാം ചേർന്ന് എന്നെ ബെഡിലേക്ക് അമർത്തി കിടത്തുവാനിടയായി തീർന്നു. എൻ്റെ ബോഡിയിൽ ഘടിപ്പിച്ചിരുന്ന സകല ലീഡ്സുകളും ഇളകിപ്പോയി. അവരതെല്ലാം 2ാമത് പറിച്ചു കളഞ്ഞിട്ട് വീണ്ടും മുട്ടിച്ചു വെച്ചു. പക്ഷേ എപ്പോഴാണോ ചെസ്റ്റ് പെയിൻ വന്ന് എഴുന്നേറ്റത്, ആ സമയം മുതൽ എൻ്റെ റിപ്പോർട്ട് ECG വേവ്സ് കംപ്ലീറ്റ് നോർമൽ വരാൻ തുടങ്ങി. പെട്ടെന്ന് ഇവരെല്ലാം മാറ്റി ഒട്ടിച്ചു. ചിലപ്പോൾ ഇതെല്ലാം ഡിസ്പ്ലേസ്ഡ് ആയതായിരിക്കും ഓർക്ക്. ഇതെല്ലാം മാറ്റി ഒട്ടിച്ചിട്ട് വീണ്ടും മെഷീൻ, കാർഡിയാക് മോണിറ്ററും പൾസ് ഓക്സിമീറ്ററും സാച്ചുറേഷൻ മോണിറ്ററെല്ലാം ഓഫ് ആക്കിയിട്ട് ഓണാക്കി. പക്ഷെ വീണ്ടും അതെല്ലാം നോർമലാണ് വരുന്നത്. ആ സമയം നോക്കി ഡോക്ടർ വന്ന് എമർജൻസി ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഗ്ലൗസ് ഇട്ടുകൊണ്ട് എൻ്റെ ബെഡിൻ്റെ അടുക്കലേക്ക് ഡോക്ടർ വരിക. ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഡോക്ടർ ചോദിച്ചു, ഏത് പേഷ്യൻറ്റിന് വേണ്ടിയാണ് നീ എന്നെ രാത്രി വിളിച്ചു വരുന്നത്? സിസ്റ്ററോട് ഫയർ ചെയ്യാൻ തുടങ്ങി. സിസ്റ്റർ പറഞ്ഞു, സാറേ ഞാൻ ഈ പേഷ്യൻറ്റിന് വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത്. അന്നേരം പറഞ്ഞു, നോ ഷീസ് അബ്സല്യൂട്ട്ലി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ സിസ്റ്റർ പറഞ്ഞു, അല്ല ഇതുവരെ അവർക്ക് പ്രശ്നമായിരുന്നു, ഞാൻ റിപ്പോർട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു, എന്നാൽ വേഗത്തിൽ അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഈ സിസ്റ്റർ ഇത് റിപ്പോർട്ട് എടുക്കാൻ പോയപ്പോൾ ഈ മനുഷ്യൻ ചെരിഞ്ഞു നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, ആർ യു പെന്തക്കോസ്? ഞാൻ പറഞ്ഞു യെസ്. അന്നേരം പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് 2ാം പ്രാവശ്യമാണ് മരണത്തോട് മല്ലടിച്ച് കിടന്ന ഒരു വ്യക്തിക്ക് നിന്റെ യേശു സൗഖ്യം കൊടുക്കുന്നു. എൻ്റെ നാടിൽ അന്ന്
ആ ബെഡിൽ കിടന്നുകൊണ്ട് എന്റെ ജീവിതത്തിൽ വന്ന ആ സിവിയർ പെയിനിൽ എന്റെ AV-നോടിന്റെ ഭാഗത്തുണ്ടായിരുന്ന 5 ബ്ലോക്ക് ഡയലൂട്ട് ചെയ്ത് കളഞ്ഞു. ബ്ലഡിനകത്തേക്ക് കർത്താവ് അത് ഡയലൂട്ട് ചെയ്ത് കളഞ്ഞു. ഇന്ന് വരെ, അതിനുശേഷം ഇന്ന് വരെ അങ്ങനെ ഒരു പ്രയാസം വന്നിട്ടില്ല എനിക്ക്. ആരോഗ്യം പറഞ്ഞതുപോലെ സ്റ്റെപ്പ് കയറരുത്, വെയിറ്റ് എടുക്കരുത്, എന്താ പറയുക, ദീർഘദൂരം യാത്ര ചെയ്യരുത്, ഓവർ സ്ട്രെയിൻ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു ചുമട് ഗുളികയിൽ നിന്ന് മരണം വരെ മെഡിസിൻ നിർത്തരുത്, ഇത് CABG ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യാൻ പറ്റുന്ന ഭാഗത്തല്ല ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച സ്ഥാനത്ത് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ICU-വിനകത്തേക്ക് ട്രോളിയിൽ ഓടിച്ചു കൊണ്ടുപോയി ഞാൻ നടന്നിറങ്ങി വന്നത് ഇന്നും നടക്കുകയാണ്. എന്റെ അപ്പ ഇങ്ങനെയുള്ളവനാണ് കേട്ടോ. ലക്ഷോറിലെ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ സ്ത്രീയുടെ നട്ടല് മുഴുവൻ പൊട്ടി പൊടിഞ്ഞിരിക്കുകയാണ്. അതിന് സർജറി ചെയ്തിട്ട് അവിടെ വേറെ സാധനങ്ങൾ കയറ്റി, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ കയറ്റിയിട്ടാൽ മാത്രമേ ഇവർ നടക്കത്തുള്ളൂ. അതിന് ഒത്തിരി സമയമെടുക്കും, വലിയ കോസ്റ്റ്ലിയാന്ന് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ പോയി ഒരു സമോസ ഒരു ദിവസം തിന്നുന്ന എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ആൻസമ്മ എന്താകുമെന്ന് ചോദിച്ചു. ഞങ്ങളുടെ സംസാരം കേട്ടപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി കച്ചി അടിച്ചിരിക്കോ, ഒന്നും കയ്യിലില്ലെന്ന്. ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയിക്കോ, ഈ വണ്ടി ഓടുന്നത്ര ഓടിക്കോട്ടെന്ന് പറഞ്ഞു. 2021 കോവിഡ് വന്ന് സീരിയസ് ആയിട്ട് ആരുമില്ലാതെ മുറിക്കകത്ത് കിടന്നപ്പം ഈ വേദന മുഴുവനും അങ്ങ് ഇളകി. നടുവേദന വന്നു. വീടിനകത്ത് ആരുമില്ല, മക്കൾ 2 പഠിക്കാൻ പോയി. എൻ്റെ പ്രിയപ്പെട്ടവരാരും എന്നെ എടുക്കലില്ല. ഒറ്റയ്ക്ക് കിടന്നപ്പോൾ വെള്ളം എടുത്തു തരാൻ പോലും നിവൃത്തിയില്ലാതെ, ആരുമില്ലാതെ, എടുത്തു കുടിക്കാൻ നിർവാഹമില്ലാതെ കട്ടിൽ നിന്ന് നിരങ്ങി ആ തറയിലിറങ്ങി എഴഞ്ഞ് ബാത്റൂമിൽ പോയി. ബാത്റൂമിന്റെ പൈപ്പിനകത്ത് നിന്ന് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ആ ബാത്റൂമിന്റെ വാതിൽക്ക് കിടക്കുന്ന ഡോർമാറ്റിൽ തല വെച്ചിട്ട് ഞാൻ സ്വർഗത്തെ നോക്കി പറഞ്ഞു, അപ്പാ എനിക്ക് എഴുന്നേൽക്കാൻ ഒരു കൃപ തരണം, എനിക്ക് നടുവേദന നിമിത്തം എഴുന്നേൽക്കാൻ വയ്യ, എൻ്റെ വീടിനകത്തേക്ക് ആരും വരത്തില്ല. എനിക്കറിയത്തില്ല പ്രിയമുള്ളവരെ, ഒരു അദൃശ്യനായ വ്യക്തി വന്ന് എന്നെ അവിടെ എഴുന്നേൽപ്പിച്ചിരുത്തി. ആ വ്യക്തി തന്നെ എന്നെ പിടിച്ച് കട്ടിലിൽ ഇരുത്തി. നിങ്ങൾക്കറിയണമോ, വിത്തൗട്ട് എനി ട്രീറ്റ്മെന്റ് എൻ്റെ അസ്ഥിയുടെ രോഗം അന്ന് മാറി. എൻ്റെ കർത്താവ് ഇന്ന് ജീവിക്കുന്നവനാണ് കേട്ടോ. ദൈവമക്കളെ വേഗത്തിൽ തീർക്കാം കേട്ടോ. 2014 ജോലി ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ചില വർഷങ്ങൾ ഒരു ബൈബിൾ കോളേജ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് പോലെ 2014 മുതൽ 2018 വരെ എൻ്റെ പ്രാണപ്രിയൻ എന്നെ അവിടെ ഇരുത്തി പഠിപ്പിച്ചു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള ആളല്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം മുട്ടുമേൽ കോളേജിൽ എനിക്ക് നല്ല പഠിത്തമാണ്. അത് ആ കോളേജ് എനിക്കറിയത്തുള്ളൂ, മുട്ടുമേൽ കോളേജ്. ഒറ്റ ദിവസം പോലും 6 മണിക്കൂറിൽ കുറഞ്ഞ് ആ കോളേജിൽ ഞാൻ പഠിക്കാറില്ല. പഠിച്ചാൽ എനിക്ക് സുഖം കിട്ടാറില്ല. പ്രൈസലോ ഓൺലൈൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലോറൻസിന് വെച്ചാൽ എന്തായാലും രാത്രി ഉറക്കമില്ല, രാത്രി ഉറങ്ങത്തില്ല. 3 മണിക്കൂർ 2.5 മണിക്കൂർ മൊത്തം ഉറങ്ങാറുള്ളൂ. എന്നാൽ പിന്നെ അപ്പൻ്റെ ഒപ്പമായിക്കോട്ടെ, എല്ലാവരുടെയും ഒപ്പമായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഓടി വന്നത്. പ്രൈസലോ അങ്ങനെ 2014 മുതൽ 2018 ജൂലൈ മാസം 2-ാം തീയതി വരെ എൻ്റെ കർത്താവിനെ എന്താ പറയുക, യാതൊന്നും ചിന്തിക്കാതെ ഇച്ഛിക്കാതെ ഉയർത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഒരുപക്ഷെങ്കിൽ എൻ്റെ പഠനം പൂർത്തിയായെന്ന് എൻ്റെ അപ്പയ്ക്ക് മനസ്സിലായി കാണുമായിരിക്കാം. തന്നെ സഞ്ചരിക്കാൻ ഇവൾക്ക് പ്രാപ്തിയായി, തന്നെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കഴിവായി, അതോ എന്നെ ഒറ്റയ്ക്ക് വേണമായിട്ടാണോ എന്നെനിക്കറിയില്ല. 2018 ജൂലൈ മാസം 2-ാം തീയതി സുവിശേഷ വിരോധികൾ 3 പേർ ചേർന്ന് പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ നാരായൺപൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിനകത്തേക്കുള്ള യാത്രക്കിടയിൽ പിടിച്ചു നിർത്തി. 2 പേര് ചേർന്ന് അദ്ദേഹത്തെ കമഴ്ത്തി കിടത്തി. 3-ാമൻ അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ വണ്ടി കയറ്റിവിട്ട് ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തെ തുടച്ചു മാറ്റി. പ്രിയമുള്ളവരെ, 5-ാം തീയതിയാണ് ഞങ്ങൾക്ക് അടക്കുവാൻ ശരീരം കിട്ടിയത്. അടക്കം കഴിഞ്ഞിട്ട് 2-ാമത്തെ ദിവസം ഭർത്താവിന്റെ വീട്ടുകാർ പുറത്താക്കി. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അവർക്ക് ബാധ്യതയായി മാറുമെന്ന് പറഞ്ഞ്, നിനക്ക് 2 പെൺമക്കളല്ലേ, നീ ഞങ്ങൾക്കൊരു ബാധ്യതയായി മാറുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറക്കി. വേദനയുടെ നാളുകൾ. 4 വർഷം സ്വന്തക്കാരോ ബന്ധക്കാരോ ചാർച്ചക്കാരോ പ്രിയമുള്ളവരോ എനിക്കുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് സ്നേഹിതരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആരുമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നെ എറണാകുളത്ത് താമസിച്ചുകൊണ്ട് എന്നെ അവിടുന്ന് സ്വർഗം പറിച്ച് കോഴഞ്ചേരിയിൽ കൊണ്ടാക്കി ഒറ്റയ്ക്കൊരു റൂമിനകത്ത് 4 വർഷം കണ്ണുനീരിൽ കൈ മാത്രം 265 ദിവസം വെച്ച് ദൈവസന്നിധിയിൽ 4 വർഷം ഉപവസിച്ചു. ഒരു 40 എടുക്കും, ഒരാഴ്ച ഭക്ഷണം കഴിക്കും, അടുത്ത 21 എടുക്കും, 3 ദിവസം ഭക്ഷണം കഴിക്കും. അങ്ങനെ 265-ലധികം ദിവസം ഒരു വർഷം ഉപവസിച്ചു. ഏതൊക്കെ വിഷയങ്ങളാണോ എൻ്റെ ഭർത്തൃവീട്ടുകാർ പറഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, എൻ്റെ ഉപജീവനം, അങ്ങനെ അവരക്കമിട്ട് പറഞ്ഞതെല്ലാം സ്വർഗത്തിലെ ദൈവം കരം കൊണ്ട് സ്വീകരിച്ച് ആ പേപ്പറിൻ്റെ അടിയിൽ സൈൻ ചെയ്തു. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ
പാനപാത്രം എടുത്ത് അവസാന ശ്വാസം വരെ ഈ പ്രാണപ്രിയനെ ഉയർത്താമെന്നുള്ള വാഗ്ദാനമാണ് ഞാൻ എൻ്റെ അപ്പയ്ക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിനോ 5 രൂപയ്ക്കോ ഒരു അന്തി ഉറങ്ങാനോ എൻ്റെ സ്വന്തം സഹോദരങ്ങളുടെ അടുക്കൽ പോലും ഞാൻ പോയിട്ടില്ല. അപ്പ എന്നെ വിട്ടിട്ടില്ല. അവരെന്തൊക്കെ ബാധ്യത എന്ന് പറഞ്ഞോ അതെല്ലാം നിറപടിയായി എൻ്റെ സ്വർഗം ചെയ്തു. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം അവർക്കൊരു ബാധ്യതയായിരുന്നു. 1.5 വർഷം മുമ്പ് 2 MBBS ഡോക്ടേഴ്സായിട്ട്, മിഷണറി ഡോക്ടേഴ്സായിട്ട് 2 പേരും യൂറോപ്പിൽ ഗ്രാജുവേറ്റ് ചെയ്യുവാൻ ദൈവം അവർക്ക് ഭാഗ്യം തന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അവർക്കൊരു വിഷയമായിരുന്നു. ഇരട്ട കുട്ടികളായ എനിക്ക് 2 പെൺമക്കൾ. അതിലൊരാളുടെ വിവാഹം വളരെ ഐശ്വര്യമായി എൻ്റെ പ്രാണപ്രിയൻ നടത്തി. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒറ്റയൊരു ആഗ്രഹമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല, എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഈ ഭൂമിയിൽ എത്ര നാൾ ഉണ്ടാവണം, അധിക നാൾ കാണണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഇപ്പൊ എൻ്റെ അപ്പ വിളിച്ചാലും ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഈ കഥാവിന്റെ ദാസനെ പറഞ്ഞെന്ന് തോന്നുന്നു, ഓരോ സെക്കൻഡ് ശുദ്ധീകരിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന്. എൻ്റെ അപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും എനിക്ക് വേണ്ട. ഈ ലോകത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ അണച്ചു പിടിച്ച് എൻ്റെ പ്രാണപ്രിയൻ നെഞ്ചുരുകി കരഞ്ഞപ്പോൾ ആരും വരാതിരുന്നപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കൂടെ കരയുകയും തൻ്റെ വലങ്കരം കൊണ്ട് എൻ്റെ കണ്ണുകളെ ഒപ്പിയ എൻ്റെ പ്രാണപ്രിയൻ ദുർഘടമേറിയ പാതകളിൽ നടന്നു പോകാൻ ബുദ്ധിമുട്ടിയപ്പോ എന്നെ തോളിലെടുത്തിട്ട് ആ കല്ലും മുള്ളും താണ്ടി കടത്തിയ എൻ്റെ അരുമനാഥൻ ആരും അണച്ചു പിടിക്കാനോ സങ്കടം കേൾക്കാനോ ഇല്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോ മുറിവേറ്റ മാറിലേക്ക് എന്നെ ചേർത്ത് പിടിച്ച് മുറിവേറ്റ കരം കൊണ്ട് എന്നെ അണച്ചു പിടിച്ച് എൻ്റെ പ്രാണപ്രിയനെ അവസാന ശ്വാസം വരെ ഭൂമിയിൽ ഉയർത്തണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തനിയെ സഞ്ചരിക്കുന്നത്. സഹോദരങ്ങളെല്ലാം കർത്താവിന്റെ പേരിൽ എല്ലാവരും തിരക്കില്ല. എനിക്ക് 2 പെൺമക്കളെ, മൂത്ത മോളെ കെട്ടിച്ചു, ഇളയ മോള് ഭവനത്തിലുണ്ട്, അമ്മച്ചിയുണ്ട്. പക്ഷെ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ, ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എത്ര ദൂരെയായാലും തനിയെ യാത്ര ചെയ്യുന്നത്. കൂടെ വരാൻ ആരുമില്ല. എല്ലാവരും പറയും ഒരു പെണ്ണായിക്കൊണ്ട് രാത്രി നീ എങ്ങനെ പോകുന്നേ? ഞാൻ പറഞ്ഞു ഞാനൊരു പക്ഷെങ്കിൽ പെണ്ണായിട്ടായിരിക്കും വണ്ടിയിലിരിക്കുന്നത്, പക്ഷെ ആണൊരുത്തൻ എൻ്റെ കൂടെ വണ്ടിയിലുണ്ട്. അവൻ എൻ്റെ മണവാളനാ. അനാവശ്യമായിട്ട് ഒരു മനുഷ്യൻ എന്നെ നോക്കാൻ അനുവദിക്കത്തില്ല. അനാവശ്യമായിട്ട് ഞാൻ ആരോടും മിണ്ടാൻ അവൻ അനുവദിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? എന്നെ അവന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നതാ. ആ പ്രാണപ്രിയനോടൊപ്പമായ എൻ്റെ യാത്ര. നിങ്ങളുടെ പ്രാർത്ഥന ഒരു വാക്കിൽ ഞാൻ ചോദിക്കുകയാ. ഇനി എത്ര കാലം ഈ ഭൂമിയിൽ ആയുസ്സുണ്ടെന്ന് എനിക്കറിയില്ല, അധികകാലം വേണമെന്നുള്ള ആഗ്രഹവും എനിക്കില്ല. പക്ഷെ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഈ ഭൂമിയിലെ ഒന്നിനും വേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യത, എൻ്റെ പ്രാണപ്രിയന്റെ പൊന്നുമുഖം കാണുവാനുള്ള എൻ്റെ ആഗ്രഹത്തിന് തടസ്സമായി ഒന്നും ഈ ഭൂമിയിൽ വരാതിരിക്കാനും പ്രാണപ്രിയനോടൊത്ത് ഓരോ സെക്കൻഡും അവനോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിൽ വർദ്ധിച്ച് ആ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് നിത്യതയുടെ തുറമുഖത്ത് എത്തണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. അതിനായി ഞാൻ നിങ്ങളോടെല്ലാവരോടും പ്രാർത്ഥനയെ ചോദിക്കുന്നു. സമയം അനുവദിച്ചു എന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും കുടുംബത്തോടുമുള്ള എന്റെ നന്ദി അറിയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗമെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു. എന്റെ സഹോദരന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പാസ്റ്റർ അനീഷ് ഏലപ്പാറയാണ്. അനീഷ് ഏലപ്പാറയുടെ മൂത്ത പെങ്ങളാണ് ഞാൻ. ഞങ്ങൾക്ക് 2 പേർക്കും ഇളയ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ ഭർത്താവിന്റെ പേര് പാസ്റ്റർ ബൈജു ഉപ്പുതറ അല്ലെങ്കിൽ ബൈജു കട്ടപ്പന എന്നറിയപ്പെടും. എല്ലാവരും കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. സ്വർഗ്ഗം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.